ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وقال النبي صلى الله عليه وسلم إن في الجنة بابا يقال له الريان يدخل منه الصائمون يوم القيامة كما قال شفيعنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞറിയാതെ നമ്മൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങൾ ഉസ്താദന്മാർ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു പോയവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ നാമുമായി ബന്ധപ്പെട്ടവർ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ സഹായിക്കുന്നവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ അല്ലാഹു സുബ്ഹാനഹു
പരിശുദ്ധമായ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും ഈ വിശുദ്ധമായ റമദാൻ മുഴുവനും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നോമ്പ് പിടിക്കുവാനും ഇബാദത്തുകളിലായി സജ്ജമാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടി നമുക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും അനുഗ്രഹങ്ങൾ നൽകിയ ഒരു സൃഷ്ടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗം എന്ന് പറയുന്നത്. ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് സൃഷ്ടിച്ചതെന്നും പൂർണ്ണമായി മനുഷ്യരൂപം പ്രാപിക്കുന്നതിന് വേണ്ടി എത്രത്തോളം മാസമാണ് നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രക്രിയകൾ, അവന്റെ തീരുമാനപ്രകാരം നാം ഒരു മനുഷ്യ രൂപത്തിൽ ഈ ദുനിയാവിലേക്ക് ജന്മമെടുക്കുന്ന ആ ഒരു അവസരം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടത്തിലായിരുന്നു ഞാൻ നിങ്ങൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മനുഷ്യരായ അവസ്ഥയിൽ തന്നെ ഈ ദുനിയാവിൽ നമ്മെ ജനിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു മാതാവിനെയും പിതാവിനെയും നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. ആ മാതാവ് എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് എന്നെയും നിങ്ങളെയും ആ നൊന്ത് പ്രസവിച്ചതിന്റെ ഒരു അംശം പോലും, ഒരു കാരുണ്യമോ അതിനുവേണ്ടിയുള്ള സഹായങ്ങളോ ആ മാതാവിനെ അനുസരിക്കാനോ ഞാനും നിങ്ങളും തയ്യാറായില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ കൊണ്ട് നമ്മൾ വിജയിക്കില്ല എന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയാണ്. നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാതാവിനെയും പിതാവിനെയും ഞാനും നിങ്ങളും ഒരിക്കലും മറക്കാൻ പാടില്ല. മാതാപിതാക്കളെ അനുസരിക്കുവാനും മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും മാതാപിതാക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും വിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹു പറയുന്നു, നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഞാനും നിങ്ങളും അടങ്ങുന്ന മക്കളായ എന്നെയും നിങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എന്തിനു വേണ്ടിയാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞതെന്നറിയോ? നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരിലൂടെയാണോ സജ്ജീകരിച്ചിട്ടുള്ളത് അത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലാണ്. അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്, അവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. മാതാപിതാക്കളെ തള്ളിക്കളയുന്ന ഈ കാലഘട്ടത്തിന്റെ യുവതലമുറകളോട് ഞാനൊന്ന് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് പിണങ്ങി കഴിയുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞാൽ അവരോട് പിണങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന എത്ര മക്കളാണ് നമ്മുടെ ഈ തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു സഹോദരൻ കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോൻ മാതാപിതാക്കളുമായി വഴക്കായി തർക്കമായി രാത്രി അതാ മാതാവിന് വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരനുണ്ടല്ലോ, കേവലം 23 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ മാതാവിനോട് പ്രതികാരം കിട്ടിയത് എങ്ങനെയാ? ഒരു പ്രശ്നം കയറിൽ മാത്രം തൂങ്ങി നിന്നുകൊണ്ട് തന്റെ ശരീരം ഈ ദുനിയാവിൽ നിന്ന് അവസാനിപ്പിച്ചപ്പോൾ അപകടപ്പെടുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവും പിതാവും വെട്ടിപ്പൊട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് മാതാപിതാക്കളെ മനസ്സിലാക്കുവാൻ, അവരുടെ കാര്യങ്ങൾ നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിനെ ചേർത്ത് പിടിക്കാൻ അല്ലാഹു പറയുമ്പോൾ, മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നവരെ, മാതാപിതാക്കളോട് എതിർത്ത് സംസാരിക്കുന്നവരെ, മാതാപിതാക്കളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവരെ നാളെ അല്ലാഹു
വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം ആ ദുആ ഞാനും നിങ്ങളും അർത്ഥം സഹിതം മനസ്സിലാക്കണം. നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ നടക്കാൻ പോലും നമ്മെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് അവരുടെ ആയുസ് മുഴുവനും നമ്മൾക്ക് വേണ്ടി അവർ ചെലവഴിച്ചെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുവാനും ആ ഓർമ്മയിലൂടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര മാതാപിതാക്കളാണ് നമസ്കരിച്ചതിന് ശേഷം തന്നെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? നിങ്ങൾ മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ നോക്കിക്കൊണ്ട് സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ വിലയിരുത്തുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആത്മാർത്ഥമായി തന്റെ മക്കളുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊന്നും മാറി തിരിയാൻ വേണ്ടി പഠിക്കാത്ത മക്കളാണെങ്കിലും ജോലിക്ക് പോകാത്ത മക്കളാണെങ്കിലും അവന്റെ സ്വഭാവം മോശമാണെങ്കിലും അതൊന്നും മാറി കിട്ടുന്നതിന് വേണ്ടി റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വിശുദ്ധമായ റമദാൻ ഒരു മാറ്റത്തിന്റെ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. 11 മാസക്കാലം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാനും നിങ്ങളും ജീവിച്ചു. ഇനിയുള്ള ഒരൊറ്റ മാസം റബ്ബിന് വേണ്ടി ഞാനും നിങ്ങളും സമർപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെന്ന് ഞാനും നിങ്ങളും കണ്ടറിയേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ച ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുന്ന ഒരു അധ്യായമുണ്ട്. ലോകം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചപ്പോൾ മക്ക മുശ്രിക്കുകൾ അൽ-അമീൻ എന്ന് വിളിച്ച, സത്യസന്ധൻ എന്ന് വിളിച്ച, നല്ല വ്യക്തിത്വത്തിന് ഉടമ എന്ന് വിളിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനായും പ്രവാചകനെ പരിഹസിച്ചപ്പോൾ, പ്രവാചകനെ തള്ളിക്കളഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, അവിടത്തിന്റെ വിഷമം മാറ്റുന്നതിന് വേണ്ടി വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സൂറത്ത് ഇറക്കുകയാണ്. വല്ലൈലി ഇദാ സജാ, അല്ലാഹു പറയുകയാണ്, പ്രഭാതത്തെ തന്നെയാണ് സത്യം, പകൽ വെളിച്ചത്തെ തന്നെയാണ് സത്യം, രാത്രിയുടെ ഇരുളത്തെ തന്നെയാണ് സത്യം. നബിയെ, അങ്ങേ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല നബിയെ. നബിയെ, അങ്ങേ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല നബിയെ. അങ്ങേ ഞാൻ വെറുപ്പെട്ടില്ല നബിയെ. അങ്ങേ ഞാൻ കൈവിട്ടിട്ടില്ല നബിയെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയെ, ദുനിയാവിനേക്കാൾ അങ്ങേക്ക് ഏറ്റവും ഉത്തമമായത് അത് പരലോകമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. ഈ ഒരു ആയത്താണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ജീവിതം ഒന്ന് അവസാനിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവര്, വേണ്ട പ്രിയപ്പെട്ട മക്കളെ, ഈ ആയത്തൊന്ന് മനസ്സിലാക്കണേ. നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്നെ കളിയാക്കുമ്പോൾ, നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്റെ വീട്ടിൽ നിന്നും സമുദായത്തിൽ നിന്നും നിന്നെ മാറ്റി നിർത്തുമ്പോൾ, നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു കരങ്ങളില്ലാത്ത സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ വിഷമിച്ചിരുന്ന സമയത്ത് അല്ലാഹു പറയുകയാണ്, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. നിന്നെ തൃപ്തിപ്പെടുത്തുന്ന
മാറ്റുന്ന കാര്യങ്ങൾ, നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിനക്ക് പിന്നീട് വരുമെന്ന ചിന്ത നിനക്ക് വേണമുള്ള പറയുന്നത്. വിശുദ്ധമായ സൂറത്തുൽ ത്വഹയിലൂടെ അല്ലാഹു പറയുകയാണ്, എന്ത് വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ജീവിതം ഒരു കയറിൽ മാത്രം അവസാനിപ്പിക്കാൻ വേണ്ടി ആരും ഒഴുകല്ലേ പ്രിയപ്പെട്ടവരെ. അല്ലാഹു അല്ലാതെ നമ്മെ സഹായിക്കാൻ ആരുമില്ല. ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, കടങ്ങൾ തന്ന് പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷണത്തിന്റെ പ്രഥമഘട്ടത്തിൽ ക്ഷമിക്കാൻ ആരെങ്കിലും തയ്യാറെങ്കിൽ فإن مع العسر يسرا فإن مع العسر يسرا إن مع العسر يسرا. അല്ലാഹു പറയുകയാണ്, ഒരു പ്രയാസത്തിന് ശേഷം ഒരു സന്തോഷം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. വിശുദ്ധമായ ഖുർആൻ ഓതിയാലല്ലേ, വിശുദ്ധമായ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചാലല്ലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാൻ പറ്റുന്നത്. വിഷമഘട്ടത്തിലിരിക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ ഓതുക. പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ എടുത്ത് നിങ്ങളെ ആ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും ആയത്തുകളും നമ്മൾ മനസ്സിലാക്കി ഓതിക്കഴിഞ്ഞാൽ ഖുർആനല്ലാതെ നമ്മെ ആശ്വസിപ്പിക്കാൻ മറ്റൊരു വസ്തുവില്ല ചെറുപ്പക്കാരാ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരോട് പ്രതികാരം നടത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുന്ന എന്റെ യുവതലമുറകളോട് പറയുകയാണ്, നിങ്ങൾ ഖുർആനിലേക്ക് വരണേ, നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതിന് ഈ വിശുദ്ധമായ റമദാൻ ഒരു കാരണമാകട്ടെ പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മൾ ഖുർആൻ മനസ്സിലാക്കാതെ അല്ലാഹുവിനെ തിരിച്ചറിയാതെ ഈ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനെ മനസ്സിലാക്കാതെ ഈ ശരീരവും ഞാൻ ശ്വസിക്കുന്ന ശ്വാസവും എല്ലാം റബ്ബിന്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് സ്വന്തം ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് പ്രതികാരം കിട്ടുന്ന എന്റെ യുവതലമുറകൾ വിശുദ്ധമായ ഖുർആനിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണം. അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് കാരുണ്യം നൽകിയിട്ടുണ്ട്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ആശ്വാസത്തിന്റെ, ഈ അനുഗ്രഹത്തിന്റെ, ഈ ബറക്കത്തിന്റെ ഈ അവസ്ഥകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും വേണ്ടി മാത്രം കാര്യങ്ങളും മുന്നോട്ട് ഓടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഈ വിശുദ്ധമായ ഖുർആനിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കി ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓഫറായി എന്ത് ലഭിച്ചാലും അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ, അതിന്റെ ഭക്ഷ്യ സാധനങ്ങളാകട്ടെ, അല്ലെങ്കിൽ വസ്ത്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങളാകട്ടെ, ഏതൊരു അവസ്ഥയിലാണെങ്കിലും നമുക്ക് ഓഫറായി ലഭിക്കുമെങ്കിൽ നമ്മളെല്ലാവരും നേരത്തെ ക്യൂ നിന്ന് പോലും അത് വാങ്ങാൻ വേണ്ടി ഞാനും നിങ്ങളും തിങ്ങിക്കൂടി മറ്റുള്ളവരെ ഉള്ളിയും തള്ളിയും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങൾക്ക് ഒരു പോരാട്ട വീര്യത്തോടുകൂടി അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൽ ഉൾപ്പെടെ നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആഗ്രഹിക്കാത്ത, നിങ്ങളുടെ തീരുമാനങ്ങളിലും ചിന്തകളിലും പോലും ഇല്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്.
അത് രണ്ടും സാക്ഷിയാകുന്നതാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും കൊണ്ടു നിർത്തുമ്പോൾ ഈ ദുനിയാവിൽ ഞാനും നിങ്ങൾ ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിച്ചവരാ, ഒരുപാട് നോമ്പുകൾ നോറ്റവരാ, ദാനധർമ്മങ്ങൾ ചെയ്തവരാ, പാവങ്ങളെ സഹായിച്ചവരാ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയവരാ, ദരിദ്രരെ സഹായിച്ചവരാ, അനാഥ മക്കളെ സംരക്ഷിച്ചവരാ, നമ്മുടെ സ്വത്തിൽ നിന്നും സക്കാത്ത് നമ്മൾ വിഭാഗം ചെയ്തവരാ. ഇതാരും എന്തെങ്കിലും സ്വീകരിച്ചോ എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ അബദ്ധം അടിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ ഞാനാണ് എല്ലാത്തിനും വലിയവരെന്ന് മനസ്സിലാക്കി സ്വന്തം ജീവിതം മറ്റുള്ള മുന്നിൽ അഹങ്കാരത്തോടു കൂടി മറ്റുള്ളവരെ കളിയാക്കപ്പെടുന്ന രീതിയിൽ പോലും ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞാനും നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും, ഞാനും നിങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യും. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്യാമു ശുദ്ധമായ റമദാൻ ഉണ്ടല്ലോ, വൽ ഖുർആൻ ശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഇശ്ഫാഇൽ അബ്ദി യൗമൽ ഖിയാമ. ഈ റമദാൻ ഖുർആൻ എന്താണ്? റബ്ബിന്റെ മുന്നിൽ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ വിശുദ്ധമായ റമദാനിൽ ആരെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും അത് റബ്ബിന്റെ മുന്നിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ നന്മയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതോ ഈ ദുനിയാവിന്റെ ഓഫറുകളേക്കാൾ അപ്പുറത്തേക്ക് ഒരു നന്മയ്ക്ക് 70 ഇരട്ടി നന്മ തരാമെന്ന് അല്ലാഹു പറയുമ്പോൾ, ഒരു സുന്നത്ത് നമസ്കാരത്തിന് ഒരു ഫർദിന്റെ കൂലിയും, ഒരു ഫർദ് നമസ്കാരത്തിന് 70 ഫർദിന്റെ കൂലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല തരാമെന്ന് പറയുമ്പോൾ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വിളിക്കുന്ന വിളിനാദമുണ്ടല്ലോ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. നിങ്ങൾ നിസ്കാരത്തിനോട് കടന്നു വരണേ, നിങ്ങൾ വിജയത്തിനോട് കടന്നു വരണേ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും 5 സമയം ഞാനും നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്കവിടെ പ്രിയപ്പെട്ടത് കച്ചവടമാണ്. എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടത് കച്ചവടമാണ്, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങളാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ വിജയത്തിലോട്ട് കടന്നു വരണേ. നിസ്കാരം എന്ന് പറയുന്നത് ഈ ദുനിയാവിലും ആഖിറത്തിലേക്കുമുള്ള നിന്റെ വിജയത്തിന്റെ തുടക്കമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ, അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാം. നിങ്ങൾ നിസ്കാരം കൊണ്ട് റബ്ബിനോട് സഹായം തേടണേ. ഒരുപാട് കടങ്ങളുണ്ട് ഉസ്താദേ, കച്ചവടം വളരെ മോശമാണ് ഉസ്താദേ, മക്കൾ അനുസരിക്കുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറയുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട്, ഹാജത്ത് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചാൽ, ഏത് പള്ളിയിലെ ഖതീബുമാരെ ദുആ ചെയ്താലും റബ്ബിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ചെയ്യുന്ന ദുആയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. സ്വന്തം മക്കൾ കച്ചവടം തകർന്നു പോകുമ്പോൾ, കച്ചവട ബിസിനസ്സുകളിൽ തകർച്ച വരുമ്പോൾ, ഉമ്മ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ ഉമ്മ, എന്റെ കച്ചവട ബറക്കത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ ഉമ്മ എന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ആ മാതാവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നെറ്റിത്തുടത്തിൽ മുത്തം നൽകിക്കൊണ്ട് ആ ഉമ്മയോടെന്ന് പറയണേ, മോനെ ഉമ്മ, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ ഉമ്മ. എന്റെ കച്ചവടം തകർന്നു പോയത് ഒരു പക്ഷേ ഞാൻ ഉമ്മയോട് അപമാനപ്രകാരം സംസാരിച്ചതിന്റെ പേരാകാം, ഞാൻ ഉമ്മയെ പരിഗണിക്കാത്തതിന്റെ പേരിലാകാം, വായ
മക്കളെ ലഭിച്ചപ്പോൾ എന്റെ ലോകം വേറെയായി. ഇപ്പോഴും എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ലോകം ഞാനാണ്. അതാണ് ഞാനും നിങ്ങളും മക്കളായ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, എന്റെ ജീവിതം നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെ മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. അവരാണ് നമ്മുടെ വിജയത്തിന്റെ താക്കം പോലെ, അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾ ഒന്നുകിൽ നിനക്ക് സ്വർഗമാണ്, അല്ലെങ്കിൽ നിനക്ക് നരകമാണ്. ഇത് തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സ്വർഗമാകണമെന്നും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നരകമാകണമെന്നും അത് തിരഞ്ഞെടുക്കേണ്ടത് മക്കളായ ഞാനും നിങ്ങളാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അവരെ അനുസരിക്കുക, അവരെ പരിഗണിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. രോഗിയായി കിടക്കുന്ന മാതാവിനെ പോയി ചികിത്സിക്കുന്നത് അവർ നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമ്മളെ പരിചരിച്ചതിനേക്കാൾ 1000 ഇരട്ടിയുടെ അംശം പോലും ആകില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വിശുദ്ധമായ റഹ്മത്തിന്റെ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുവാനും റബ്ബിനോട് കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാനും ഈ ഒരു സുദിനത്തെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.